Hi everyone, welcome to Learn to Study. ഇന്നത്തെ വീഡിയോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, രണ്ട് ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ട് ഡെഫിനിഷനും മീനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ആ മീനിങ് നന്നായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആർ. അപ്പോൾ ഇതിലൂടെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്? ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് അല്ലെങ്കിൽ ഫീച്ചർ ആണ് ഐഡൻറ്റിഫൈയിങ്. എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക? ഐഡൻറ്റിഫൈയിങ് ദി ട്രാൻസാക്ഷൻസ്. ദെൻ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആണ് മെഷറിംഗ് ദി ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ്. ഐഡൻറ്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് മെഷർ ചെയ്യുക. മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്, ദാറ്റ് ഈസ് റെക്കോർഡിങ്. നാലാമത്തേത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ദാറ്റ് ഈസ് ക്ലാസിഫൈയിങ്. ദെൻ ഫിഫ്ത്ത് വൺ സമ്മറൈസിങ് ആണ്. ദെൻ സിക്സ്ത് വൺ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്. റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഈ ചെയ്യണ ഈ 6 കാര്യങ്ങളും. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, ദെൻ അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റിസൾട്ട്സ് നമുക്ക് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിസൾട്ട്സ് ടു യൂസേഴ്സ്. യൂസേഴ്സിന് നമ്മൾ ആ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഓരോ പോയിന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ക്യാഷ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സിന് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദിസ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ദറ്റ് ആർ പാർട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് മാത്രമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഓർ സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ബൈ എ ഫേം. അപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ ഗുഡ്സ് സെയിൽ ചെയ്യുക. ഒരു ഫേം അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മണി ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എത്രയാണ് അതിൻ്റെ ക്യാഷ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് മാത്രമേ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മെഷറിംഗ് ദി ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ മെഷറിംഗ് ദി ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അതിൻ്റെ മൂല്യം എത്രയുണ്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണതാണ് മെഷറിംഗ് ദി ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഇപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇത്ര രൂപക്ക് ഇപ്പോൾ 10,000 റുപ്പീസിന് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 1,00,000 റുപ്പീസിന് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത ആ ആക്ടിവിറ്റീനെ നമുക്ക് ക്യാഷ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചിലപ്പം ക്യാഷ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യൂല. അതാണ് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ആൻ ഇവന്റ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ചില ഇവന്റുകൾ നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മെഷർ ചെയ്യാൻ കഴിയില്ല, അതിനെ അളക്കാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ഇവൻറ്റ്സ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് ലൈക്ക് ദി കാലിബർ ഓർ ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ടീം. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ടീമിൻ്റെ ക്വാളിറ്റി അത് നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാനായിട്ട് സാധിക്കില്ല. സോ അത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യൂല. അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജർ. ഇപ്പോൾ ഒരു മാനേജറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, അപ്പോൾ അയാൾ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് മെഷറിംഗ് ദി ഐഡൻറ്റിഫൈഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഫീച്ചറാണ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ റെക്കോർഡിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്കോർഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ദാറ്റ് ഈസ് ജേണൽ. അപ്പോൾ ജേണലൈസ് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണലിനെ പറയുന്ന മറ്റൊരു പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. സോ ദാറ്റ് ഈസ് റെക്കോർഡിംഗ്. ദ നെക്സ്റ്റ് ഫീച്ചറാണ് ക്ലാസിഫൈങ്. ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതാണ് എന്ത്, ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ട്രാൻസാക്ഷൻസ് ഓർ എൻട്രീസ് ഓഫ് വൺ നേച്ചർ അറ്റ് വൺ പ്ലേസ്. അപ്പോൾ ഒരേ നേച്ചറിലുള്ള എൻട്രീസിനെ നമ്മൾ ഒരു പ്ലേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് ledgers. അപ്പോൾ the transactions recorded in the journal or the subsidiary books are classified or posted in the main book of accounts known as the ledger. അപ്പോൾ ജേണലിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മറ്റ് സബ്സിഡിയറി ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മളൊരു മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. ദ നെക്സ്റ്റ് ഫീച്ചറാണ് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസസ്. This involves presenting the classified data in manner which is understandable and useful for internal as well as external users of financial statements. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് എമൗണ്ട് കോളം ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു ഡെബിറ്റ് എമൗണ്ട് കോളവും ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളവും. അപ്പോൾ ഡെബിറ്റിൽ വന്നിട്ടുള്ള ജനറൽ എൻട്രിയിൽ അല്ലെങ്കിൽ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ബാലൻസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് ഇവിടെയും കാണിക്കും. ഓക്കെ, ദിസ് പ്രോസസ് ലീഡ്സ് ടു ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഫ്രം വിച്ച്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് സമ്മറൈസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ട്രയൽ ബാലൻസിലൂടെ നമുക്ക് എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് ട്രയൽ ബാലൻസിൽ നിന്നാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ കേസ് ഓഫ് കമ്പനീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമാണ് വരിക. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും വരും. ഓക്കെ, ദ നെക്സ്റ്റ് ഫീച്ചറാണ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയസ് ഐറ്റംസ് ടേക്കൺ ഫ്രം പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓർ ബോത്ത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നിന്നും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റേഷ്യോസ് ഒക്കെ കണ്ടെത്തുക, അപ്പോൾ റേഷ്യോ അനലൈസിസ് ഒക്കെ നടത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അനലൈസിസ് നടത്തുന്നത്. ദ നെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ that is concerned with the explaining the meaning and significance of the relationship established by the analysis. അപ്പോൾ നമ്മൾ അനലൈസിസിലൂടെ
ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ മെഷർ ചെയ്യും. ആ റിലേഷൻഷിപ്പിന് നമ്മൾ മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then analysis and interpretation of the financial data are carried out so that the users of financial data can make a meaningful judgment of the profitability and financial position of the business. ദെൻ ലാസ്റ്റ് ഫീച്ചറാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫൈനലി അക്കൗണ്ടിംഗ് ഫംഗ്ഷൻ ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ യൂസേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ദി അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ടൈം ടു ദി യൂസേഴ്സ് സോ ദാറ്റ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ മേ ബി ടേക്കൺ അറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈം. അപ്പോൾ കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലൈസിസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ടു റെക്കോർഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ ഫോളോയിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടൻസി. അപ്പോൾ അക്കൗണ്ടൻസിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിറ്റർമിൻ ചെയ്യാണ്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു ഡിറ്റർമിൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇറ്റ് ഈസ് നോൺ ഫ്രം ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഷോസ് ദി വാല്യൂസ് ഓഫ് ദി അസറ്റ്സ് ഓൺ വൺ സൈഡ് ആൻഡ് ദി ലയബിലിറ്റീസ് ഓഫ് അതർ സൈഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ലയബിലിറ്റീസും മറ്റേ സൈഡിൽ നമ്മൾ അസറ്റുമാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ഫെസിലിറ്റേറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദി മാനേജ്മെൻറ്റ് ഓഫൺ റിക്വയേഴ്സ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പം മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനും എഫക്റ്റീവ് കൺട്രോളിനും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ദെൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നടത്താനൊക്കെ എന്ത് വേണം? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ വേണം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എപ്പോഴാണോ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ട് വരുന്നത്, അപ്പോഴൊക്കെ മാനേജ്മെൻറ്റിന് അത് പ്രൊവൈഡ് ചെയ്യുക. അവരെ ഈ കാര്യങ്ങളിലൊക്കെ, അതായത് ഡിസിഷൻ മേക്കിങ്ങിലും എഫക്റ്റീവ് കൺട്രോളിങ്ങിലും ബഡ്ജറ്റിങ്ങിലും ഫോർകാസ്റ്റിങ്ങിലും ഒക്കെ അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊവൈഡിങ് അക്കൗണ്ട് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സിന് അക്കൗണ്ട് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റൊക്കെ നൽകുന്ന, ഇപ്പോൾ ലോണൊക്കെ നൽകുന്ന ബാങ്കുകൾ, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആവാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ പ്രോഫിറ്റൊക്കെ നോക്കിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇപ്പോൾ ഒരു ഫേമിന് ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിലും അവർ ഫിനാൻഷ്യൽ പൊസിഷനും മറ്റ് പ്രോഫിറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് അക്കൗണ്ട് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ബിസിനസ് അസറ്റ്സ്. ബിസിനസ്സിൻ്റെ അസറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു ഹാവ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് ഓൺഡ് ബൈ ദി ബിസിനസ്. അപ്പോൾ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള അസറ്റിൻ്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അക്കൗണ്ടിങ് മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് ഓൺഡ് ബൈ ദി ബിസിനസ് വിച്ച് എനേബിൾ ദി മാനേജ്മെൻറ്റ് ടു എക്സസൈസ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ട് ദം. അപ്പോൾ മാനേജ്മെൻറ്റിന് അസറ്റിനെ കൺട്രോൾ ചെയ്യാനും അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അസറ്റിൻ്റെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് ഡിറ്റർമിൻ ചെയ്യുക. 3, ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുക. 4, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക ഫോർ ഡിസിഷൻ മേക്കിംഗ്, പ്രോപ്പർ കൺട്രോൾ, ഫോർകാസ്റ്റിംഗ് എക്സെട്ര. പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ബിസിനസ് അസറ്റ്സ്.